കാലുകളൊക്കെ വലിച്ചൂരി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനെ നിലനിർത്താൻ നമ്മളടക്കമുള്ള, ഞാനടക്കമുള്ള, നിങ്ങളടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഈ ഒരു ശക്തി അല്ലെങ്കിൽ ഈ ഒരു മനസ്സുണ്ടല്ലോ, അത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരത്തിന് വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇന്നലെ മാധ്യമ വിദ്യാഭ്യാസ സെമിനാറിൽ ശ്രീ KV മനോജ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഇപ്പോൾ നടക്കുന്ന, ഇത് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കുന്ന, ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഇല്ലായ്മ ചെയ്യുവാനാണ്. കാരണം ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യം കൈവയ്ക്കേണ്ടത് വിദ്യാഭ്യാസത്തിലാണ് എന്ന് എല്ലാ മേഖലയിലും എല്ലാ നേതാക്കന്മാരും എല്ലാ സ്ഥലത്തുമുള്ള ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് ലോകം മുഴുവൻ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ അത് ഭംഗിയായി കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഇതിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമകാലീന ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി അതിൻ്റെ പഠിക്കാൻ അല്ലെങ്കിൽ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഴത്തിലുള്ള ചർച്ചകൾക്ക് പകരം, മനോജിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കട്ടെ, ഒരു ബ്രെയിൻ റോട്ട് മാത്രമായി നമ്മൾ പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രെയിൻ റോട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ വളരെ ആഴത്തിലുള്ള ചിന്തകൾ പകർന്നു നൽകുവാനായി ഇവിടെ ഒരുപാട് നേതാക്കന്മാർ കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറിയെ കോളേജിൽ നിന്നും ഹൈസ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ നിന്ന് PG തലത്തിൽ അല്ലെങ്കിൽ PhD വരെയുള്ള തലങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറി മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഗുണനിലവാരമാണ്, അതിൻ്റെ ഗുണതയാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ക്വാളിറ്റി? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗുണനിലവാരം എന്നതൊരു, ആരിലെങ്കിലും നിങ്ങളൊരു ഗുണനിലവാരം കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുദാസ് പാട്ടുപാടും അല്ലെങ്കിൽ KS ചിത്ര പാട്ടുപാടും, നമുക്കറിയാം അതൊരു നല്ല ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പാട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഗുണനിലവാരമുള്ളൊരു പാട്ട് ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ക്വാളിറ്റി ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. ഗുണനിലവാരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ് എൻ ഇൻ്റലിജൻറ്റ് എഫേർട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇഫ് യു ഫൈൻഡ് ക്വാളിറ്റി ഇൻ എനിവൺ, ദാറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ് എൻ ഇൻ്റലിജൻറ്റ് എഫേർട്ട്. ആ ഗുണനിലവാരം ഉറപ്പിക്കുവാൻ കേരളത്തിലെ അധ്യാപക സമൂഹം, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലുള്ള അധ്യാപകർ തയ്യാറാകണമെന്നാണ് ഈ സമ്മേളനത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആ ഗുണനിലവാരം ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 30 വർഷക്കാലം ഈ സംവിധാനത്തെ ഉടച്ചു വാർക്കാൻ പല ആളുകളും തയ്യാറാകാത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളൊന്നും പഠിപ്പിക്കുന്നില്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് വരുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് സ്വന്തം പേരെഴുതാൻ അറിയാത്ത എത്രയോ കുട്ടികളെ പേരെഴുതി പഠിപ്പിച്ച ഹയർ സെക്കൻഡറി അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് ഉത്തമ വിശ്വാസം. അക്ഷരമാല, മലയാള അക്ഷരമാലയും ഇംഗ്ലീഷും അക്ഷരമാലയും എഴുതി തുടങ്ങുന്നത് ഒരുപക്ഷെ ചില കുട്ടികൾക്കെങ്കിലും +1 തരത്തിലേക്ക് വരുമ്പോഴാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ ചിലപ്പോൾ ചിലരൊക്കെ വിമർശിക്കുമെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകർ അതിന് തയ്യാറാവില്ല. കാരണം ഞാനും നിങ്ങളും അത് അനുഭവിച്ചതാണ്, അത് പഠിപ്പിച്ചതാണ്, അങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ ഗുണനിലവാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യണം എന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒന്നാമത്തെ അഭ്യർത്ഥന. അതിന് കാരണം കൂടിയുണ്ട്. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് എന്നോട് ചോദിച്ചാൽ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വളരുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഞാൻ 2011 എൻ്റെ ഓർമ്മ ശരിയാണ്, 2011 ഗവേഷണം നടത്താൻ തീരുമാനിച്ച ആളാണ്. PhD ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ്. 500 രൂപ കൂടുതലായിട്ട് കിട്ടും എന്നതായിരുന്നില്ല എന്നെ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ ഞാൻ ഈ PhD ചെയ്യാനായിട്ട് പോയപ്പോൾ എൻ്റെ അമ്മ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് നല്ല ജോലിയുണ്ടല്ലോ, ശമ്പളമുണ്ടല്ലോ, ഇനി എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നതിനല്ല, മറിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി പോകുന്നതാണ് എന്നുള്ളതാണ്. ഞാൻ കേരള സർവകലാശാലയിൽ PhD ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ പൂർത്തീകരിച്ചത്, PG വരെയുള്ള B.Ed വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് കേരള സർവകലാശാലയാണ്. വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നതിനൊരു മടി കൊണ്ട് അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, കേരളത്തിൽ
നിന്ന് പുറത്ത്, കേരളത്തിന് പുറത്ത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലത്ത് ശ്രീപെരുമ്പത്തൂരിൽ, നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ശ്രീപെരുമ്പത്തൂരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ അവിടെ ഒരു യുവജന ശാക്തീകരണ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാനതിനെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ നമുക്കൊന്ന് എത്തിപ്പെടാൻ കഴിയാത്ത തലമാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. പാർലമെൻറ്റ് 10ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നാഷണൽ ഇമ്പോർട്ടൻസ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് ഈ RGNIYD എന്ന് പറയുന്ന, നിങ്ങൾ 400 ഏക്കറുള്ള 3 ഹെലിപ്പാഡുകളുള്ള 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ലൈബ്രറിയുള്ള ഏകദേശം 192 ക്ലാസ് മുറികളുള്ള ഈ സ്ഥാപനം. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരിക്കൽ അവിടെ പോകണം. 6 വർഷം അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ക്വാളിറ്റി വർധന ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളല്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 6 വർഷത്തെ എൻ്റെ അവിടുത്തെ പാർട്ട് ടൈം PhD ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരാരും ഈ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഇനിയും പഠിക്കാൻ മുന്നോട്ട് പോവുക. കാരണം PhD എന്നത് വെറും ഒരു 2 അക്ഷരം, ഡോക്ടർ എന്നൊരു 2 അക്ഷരമല്ല, മറിച്ച് നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക്, പാകപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്ക് ഈ ഗുണനിലവാരം ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് കൂടി വളരണം. അതിന് പ്രായമില്ല, അതിനൊരു പ്രയാസമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന KV മനോജ് അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ അമേരിക്കയിൽ പോയി അതും സ്കോളർഷിപ്പോട് കൂടി അവിടെ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും നടന്നില്ല. പക്ഷേ ഈ കേന്ദ്ര സർവകലാശാലയിൽ അവിടുത്തെ ഒരു ടെസ്റ്റുണ്ട്, ഒരു നാഷണൽ ടെസ്റ്റുണ്ട്, ഏകദേശം ഓൾ ഇന്ത്യ ലെവലിലുള്ള ടെസ്റ്റാണ്. ആ ആൾ ഇന്ത്യ ലെവലിലുള്ള ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇനിയും കുറേ കൂടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ പങ്കെടുത്ത 110 പേരിൽ അതിനകത്ത് 10 പേരെ എടുത്തപ്പോൾ 10ാമതായിട്ട് മാത്രമേ നമുക്ക് വരാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അവിടെ കിട്ടി എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളൊക്കെ ഇവിടെ പഠിച്ചിട്ട് പോലും അവിടെ പഠിച്ച 9, അവിടെ ബാക്കി എന്നോടൊപ്പം പഠിച്ച 9 പേരും പഠിച്ചത് കേരളത്തിലായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയങ്കരനായ മനോജ്, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇല്ല, ഡോക്ടറേറ്റ് ആണ് എല്ലാം ഞാനും വിശ്വസിക്കുന്നില്ല, മറിച്ച് KV മനോജ് ഇവിടെ നിന്ന് പുറത്തു പോയി അദ്ദേഹം പരീക്ഷ ഇവിടെ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി. അദ്ദേഹം സാറേ അതിൻ്റെ പേരെന്തായിരുന്നു? ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. അതെ, ഞാൻ മണികണ്ഠൻ സാർ വരുന്നു, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ തന്നെ കുടുംബാംഗമാണ്, ഇപ്പോൾ നമ്മുടെ JD ആണ് അദ്ദേഹം, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്താണ്? നമ്മളിൽ പലരും എന്താണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് അന്വേഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനത് പറയുന്നത് ഗുണനിലവാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന സാധനമാണ്. ആ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പാസ്സായി അമേരിക്കയിൽ 6 മാസം അവിടെയുള്ള പല പ്രധാനപ്പെട്ട സർവകലാശാലകളിലും പഠിച്ചിട്ട് ഇപ്പോൾ പ്രിൻസിപ്പലായി വയനാട്ടിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കുണ്ടാവുന്ന ഗുണനിലവാരം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നതെന്ന ചിന്തയാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് നൽകിയിരിക്കുന്ന 15 മിനിറ്റാണ്. സമയകൃത്യത വളരെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും അടുത്ത ഒരുപാട് സമ്മേളനങ്ങളുള്ളത് കൊണ്ടുമൊക്കെ തന്നെ ഞാൻ ഒരുപാട് സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? ഇത് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും. ഇത് ആൾ ഇന്ത്യ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുള്ള, ഞങ്ങൾ പുറത്തിറക്കിയ, അതായത് ബാൽമഞ്ച് പുറത്തിറക്കിയതിന് ശേഷം കുറച്ചുകൂടെ വലുപ്പത്തിൽ പുറത്തിറക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ പ്രിയാമ്പിൾ എൻ്റെ കയ്യിൽ ഞാൻ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെ ഇവിടെ കുത്താൻ ഒരു പ്രത്യേകമായ ഒരു ഭരണഘടനയുടെ ഒരു പുസ്തകമുണ്ട്. അതിങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ കുത്തി വെക്കാം. നിങ്ങൾ ശശി തരൂരൊക്കെ വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കുത്തിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഞാനത് രാവിലെ എടുക്കാൻ മറന്നുപോയി. സാധാരണഗതിയിൽ ഇത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഭരണഘടന ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത്? എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്ന നിങ്ങളെ മുമ്പിൽ ഞാനിത് എന്തിനു ഉയർത്തി കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭരണഘടനയുടെ പിന്നിലൊരു കഥയുണ്ട്. ഈ ഭരണഘടന ഉണ്ടായതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ഞാൻ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ്, അധ്യാപകനാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഞാൻ ആൻഡമാനിൽ നിന്നാണ് വന്നത്. 4 ദിവസമായി ഞാൻ ആൻഡമാനിലാണ്.
ഈ ആൻഡമാൻ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും ലക്ഷദ്വീപ്, ആൻഡമാൻ, ഇനി പോകാൻ എനിക്ക് തോന്നുന്നു കാശ്മീർ മാത്രമേ ഉള്ളൂ, പോകാൻ അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 36 സംസ്ഥാനത്തും പോകാൻ പറ്റിയിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളിലും ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നു. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കാണാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഈ ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത വർഷം, എത്ര വർഷം കൊണ്ടാണ് ഈ ഭരണഘടന ഉണ്ടായത്? സധൈര്യം പറയാൻ കഴിയുന്ന എത്ര അധ്യാപക സുഹൃത്തുക്കൾ എൻ്റെ മുമ്പിൽ? കൈവക്കിയ ഒരാളാണ്. നമ്മൾ 300ഓളം പ്രതിനിധികളുള്ള ഈ വേദിയിൽ, തെറ്റായിട്ട് വിഷമിക്കേണ്ട, അതിനകത്ത് കൈവക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭരണഘടന എങ്ങനെയുണ്ടായി? ആരാണ് ഈ ഭരണഘടനയുടെ പിന്നിൽ? ഇനി ഒരു ചോദ്യം, വനിതകൾ ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് എത്ര സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തെന്നറിയാമോ? കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 2 സ്ത്രീകളുണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ, അവരുടെ പേര് ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ആ പേന അവർക്ക് ഞാൻ നൽകിയിട്ട് പോകാൻ തയ്യാറാണ്. പലയിടത്തും ഞാൻ ഈ പേന നൽകാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ദാക്ഷായണി വേലായുധൻ 1ാമത്തെ പേരാണ്. സരിക മനോജ് സാറിനോടല്ല ഞാൻ ചോദിച്ചു, വനിതകളോടാണ്. 2ാമത്തെ പേരാരാണ്? തിരുവനന്തപുരത്തുകാരിയാണെന്നൊരു ക്ലൂ ഞാൻ തരാം. ടീച്ചർ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ടീച്ചറിങ് വരും, എനിക്ക് ഇപ്പം അങ്ങോട്ട് വന്ന് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പേന ഞാൻ ടീച്ചറിന് തന്നിട്ട് പോവാണ്. ഒരു നല്ല കയ്യടിയാണ് ടീച്ചറിന് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പേന അത്ര വില കുറവുള്ളൊരു പേനയല്ല. ഇത് ഞാൻ ഒരുപാട് പേർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടീച്ചറുടെ പേര് പറയാമോ ഒന്ന്? ഇതാണ് ക്വാളിറ്റി. അതാണ് ഹയർ സെക്കൻഡറി മേഖലയുടെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ടീച്ചർ ഒരു വ്യക്തിയല്ല, ടീച്ചർ നമ്മുടെ പ്രതിനിധിയാണ്. ഒരു നല്ല കയ്യടി ടീച്ചറിന് കൊടുക്കണം. ടീച്ചറിന് നേരെ ഫോട്ടോ എടുക്കണം. ശരി, റൈറ്റ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആ പേരുകൾ